അതുകൊണ്ട് ഇവിടെ ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. അസിക തന്റെ സഭയിൽ എത്ര സക്രമന്തികളെ നിയമിച്ചിട്ടുണ്ട്? ബസിക തന്റെ സഭയിൽ 2 സക്രമന്തികള് നിയമിച്ചിട്ടുണ്ട് എന്ന് ഈ കുട്ടികള് 8 പേരും ഒരേ സ്വരത്തിൽ പറയുവാനിടയായി. അവർ ആ ക്ലാസ്സുകളെല്ലാം വളരെയേറെ പങ്കെടുത്തു. അധ്യാപകരായിരിക്കുന്ന അച്ഛനും അതുപോലെ തന്നെ സാറും അതിന്റെ സഭയുടെ ഔദ്യോഗിക ഭാരവാഹിയും അതിന് വളരെയേറെ അതിന്റെ ക്രമീകരണം ചെയ്തു. അവരെ ഞാൻ ശ്ലാഘിക്കുകയാണ്. രണ്ടാമതുള്ളതായിരിക്കുന്ന ചോദ്യം, സക്രമന്ത് എന്നുള്ള വാക്കിന്റെ താല്പര്യം എന്താകും? നിയമിക്കപ്പെടുന്നു താല്പര്യം. ശരി. അടുത്ത ചോദ്യം, ഒരു സക്രമത്തിൽ എത്ര അംശങ്ങളുണ്ട്? 2 അംശങ്ങൾ. ഏതൊക്കെ? നമ്മുടെ ക്രിസ്തീയ സഭയുടെ ആചാരപ്രകാരം നമുക്ക് എത്ര വിശ്വാസ പ്രമാണങ്ങളാണ് നൽകിയിട്ടുള്ളത്? 3 വിശ്വാസ പ്രമാണങ്ങൾ. ഏതൊക്കെയാണ്? മൂന്ന് വിശ്വാസ പ്രമാണങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്നും പ്രിയപ്പെട്ടതായിരിക്കുന്ന കുഞ്ഞുങ്ങള് നമുക്കതിന് ശരിയായിരിക്കുന്ന മറുപടി നൽകിയിരിക്കുകയാണ്. ഇവര് നല്ലവണ്ണം ക്ലാസ്സുകളൊക്കെ പഠിച്ചു. ഈ സഭയുടെ അംഗങ്ങളുടെയും ഇവിടെയായിരിക്കുന്ന ദൈവദാസന്മാരുടെ എല്ലാം സമ്മതത്തോടുകൂടെ പ്രിയപ്പെട്ടതായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സ്ഥിരീകരണത്തിനായി വേർതിരിക്കുകയാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും പുറത്തും ഉള്ളിലും ഒക്കെ ആയി എല്ലാവരും പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായിരിക്കുന്ന നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗപിതാവേ, നിങ്ങളുടെ വിശുദ്ധമായിരിക്കുന്ന ആരാധന മധ്യത്തിൽ ദൈവമേ അവിടുത്തെ ഹല്ലേലൂയ ആലയത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന അംഗങ്ങളായി ശോഭിക്കുവാൻ ഗമനം വേർതിരിക്കപ്പെടുവാൻ അവിടുത്തെ രക്തത്തിന്റെയും ശരീരത്തിന്റെയും ഭാവാക്കളാകുവാൻ പ്രിയപ്പെട്ടതായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒരുക്കത്തോടെ കടന്നു വന്നിരിക്കുന്നല്ലോ. എല്ലാവരെയും കൂടുതലായി കൊടുത്ത് ബലപ്പെടുത്തി ശക്തീകരിച്ച് ദൈവാത്മാവിൽ ഞങ്ങൾ ഓരോരുത്തരുമായിരുപ്പാൻ ഇന്ന് ആദ്യ കുർബാന കേൾക്കുന്ന കുഞ്ഞുങ്ങള് അവരുടെ ജീവിതത്തിൽ നല്ല പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ കർത്താവ് സഹായിക്കണമേ എന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. യേശുനാഥ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ സ്ഥിരീകരണ ശുശ്രൂഷ ഇവിടെ നടത്തപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇരുട്ടിൽ ഇരുന്നു കൊണ്ടോ പ്രാർത്ഥനയോടെ നമുക്ക് ഈ മഹനീയമായിരിക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കാം. പരിശുദ്ധാത്മാവേ ഈ